ജാനകിയുടെ പേര് സിനിമയിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് വാശി പിടിച്ച സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് കരണത്തേറ്റ പ്രഹരമായിരുന്നു കോടതിയുടെ ചില ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ ഇവയായിരുന്നു. കോടതി ചോദിക്കുന്നു, ഹൈക്കോടതി, ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? ജാനകി എന്ന വാക്ക് ഒരു ഇല്ലീഗലായ നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന വാക്കാണോ? അല്ലല്ലോ. എല്ലാ പേരുകളും ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പേരിലാകുമെന്ന് കോടതി. 33 കോടി ദൈവങ്ങളുള്ള ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ഹിന്ദു മനുഷ്യന്റെ പേര് ഏതെങ്കിലും ദൈവത്തിന്റെ പേരിന്റെ തുടർച്ചയോ ഭാഗവും അല്ലേ? സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് നിങ്ങളെന്ന് സെൻസർ ബോർഡിനോട് ഹൈക്കോടതി. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഉള്ള ഇടപെടലാണ്. നിങ്ങൾക്കെങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ കഴിയില്ല? ആരുടെ വികാരത്തെയാണ് വ്രണപ്പെടുത്തുന്നത്? $1 മില്യൺ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയാത്തത്? സെൻസർ ബോർഡ് വിശദീകരണം നൽകണം എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത്. ഈ ചോദ്യങ്ങൾക്ക് അത്ര എളുപ്പം സെൻസർ ബോർഡിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. സിനിമ 27-ാം തീയതി റിലീസ് ചെയ്യേണ്ടതാണ്. ഇന്ന് 30-ാം തീയതിയായി. ഈ നിമിഷം വരെയും ആ സിനിമയുടെ റിലീസിംഗ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ താല്പര്യത്തിന്റെ പുറത്തുള്ള ചില ആളുകളുടെ മാത്രം വാശിയാണ്, ശാഠ്യമാണ്.